ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു വയസ്സ് തികയും മുമ്പ് മലയാള സിനിമയിൽ അഭിനയിച്ച ഒരാൾ വളർച്ചയുടെ വഴിയിൽ പല പല പ്രായങ്ങളിലായി ഏകദേശം 60ഓളം സിനിമകളിൽ പിന്നീട് അദ്ദേഹം അഭിനയിക്കുന്നു. സിനിമയാണ് തൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് ഒരു മുഴുവൻ സമയ സിനിമാക്കാരനായി മാറുന്നു. അങ്ങനെ മലയാളത്തിലെ പ്രമുഖരായ ചില സംവിധായകർ, അതായത് KG ജോർജ്, പത്മരാജൻ, ബാലചന്ദ്ര മേനോൻ, പ്രിയദർശൻ, വേണുനാഗവള്ളി തുടങ്ങിയ പ്രമുഖരായ സംവിധായകരോടൊപ്പം അദ്ദേഹം ഏകദേശം 25ഓളം സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിക്കുന്നു. ആദ്യകാല സിനിമയിൽ നിന്ന് ആധുനിക സിനിമയുടെ വരെ ഭാഗമായി മാറിയ രണ്ട് സഹോദരിമാരിൽ ഒരാളുടെ മകനായി ജനിച്ച അദ്ദേഹം ഇത്രയേറെ സിനിമാ പശ്ചാത്തലമുണ്ടായിട്ടും പിന്നീട് ഇങ്ങോട്ട് സിനിമയിൽ ഒന്നുമല്ലാതെയായി. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു സംവിധായകനോ ഒന്നുമാകാതെയായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ പോലും പിന്നീട് പലരും അറിയാത്തതുപോലെയായി. എന്നാൽ അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആരാണ് ഈ വ്യക്തി എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പ്രിയദർശൻ സംവിധാനം ചെയ്ത, മലയാളികൾ അങ്ങേയറ്റം ഏറ്റെടുത്ത, അല്ല ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത മെഗാ ഹിറ്റ് ഫിലിമായ കിലുക്കം. ഈ കിലുക്കത്തിൽ അതിലെ കഥാപാത്രമായ രേവതി ഒരു ഹോട്ടലിലേക്ക് വന്ന് അവിടെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടാക്കി സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ച് മോഹൻലാൽ അവിടേക്ക് അത് പരിഹരിക്കാനായി കടന്നു വരുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സീനിൽ ആ ഹോട്ടലിലെ മാനേജരായി മാറിയ ഒരു കഥാപാത്രമുണ്ട്. നാരായണൻകുട്ടി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇത്രയധികം നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അജയൻ എന്നാണ്. അജയൻ അടൂർ. അജയേട്ടൻ ഇപ്പോൾ ആലുവയിലാണ് കുറച്ച് നാളായി താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അടൂരേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. സിനിമയിൽ ഒരു സംവിധായകനായി മാറണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അന്നു മുതലേ ഉണ്ടായിരുന്ന ആഗ്രഹം. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുമാകാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചത്? ഇങ്ങനെ ചില കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുവാനായി ഞാൻ ഇന്ന് അടൂരുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്നാകാം. ഞാനിപ്പോൾ ഉള്ളത് അജയൻ ചേട്ടൻ്റെ വീടിനുള്ളിലാണ്. അജയൻ ചേട്ടൻ്റെ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലികമായ ഒരു വീടാണ്. കുറച്ച് ദിവസമേ ഇവിടെ കാണുള്ളൂ. ഇതിപ്പോൾ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിലേക്ക് താമസിക്കുകയാണ്. അജയൻ ചേട്ടൻ വേറൊരു വീട്ടിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നാലെ അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, എന്തായാലും അജയൻ ചേട്ടൻ ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ അഡ്വാൻസ് ഓണാശംസകൾ. ചേച്ചിയും തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ചേച്ചി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ അടുത്തേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്കും ആദ്യമേ തന്നെ ഓണാശംസകൾ ഞാൻ നേരുകയാണ്. അജയൻ ചേട്ടാ, ഞാൻ അജയൻ ചേട്ടനെ വിളിച്ച സമയം തൊട്ട് ചേട്ടൻ എന്നെ മോനെ എപ്പോൾ വരും, എങ്ങനെയാ വരുന്നത്, ഇതൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു വിളിയിൽ ഒരു ലാളിത്യം, ഒരു വാത്സല്യം, ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അജയൻ ചേട്ടൻ്റെ അഭിനയിച്ച സിനിമകളിലെ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെയും ആ ഒരു എളിമയുണ്ട്. അത് കിട്ടിയത് ഒരു മഹാഭാഗ്യമായിരിക്കാം. പക്ഷെ അജയൻ ചേട്ടൻ എവിടെയോ പറയുന്നത് കേട്ട് എനിക്ക് പിന്നീട് കിട്ടിയത് മുഴുവനും അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. ഈ വാത്സല്യം ജന്മന ഉള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ അത് എങ്ങനെയാണ് കിട്ടിയത്? അതെ, ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അച്ഛനൊരു ബ്രാഹ്മണനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു 70% എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതുകൊണ്ടായിരിക്കണം ഞാൻ എപ്പോഴും ഒരു പതിഞ്ഞ ഒരു രീതിയിലുള്ള ഒരു ആളായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും ആണെങ്കിലും കോളേജിലാണെങ്കിലും എപ്പോഴും അമ്മയുടെ സ്ഥലമായിരുന്നു. അമ്മയുടെ സ്ഥലമായത് അടൂർ. അച്ഛൻ്റെ കൊല്ലത്ത് ആശ്രാമത്ത്. ആശ്രാമം മൈതാനം ആശ്രാമം അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു അച്ഛൻ്റെ വീട്. ഒരു ബിസിനസ്സുകാരനായിരുന്നു അച്ഛൻ. ബിസിനസ്സുകാരനല്ല, അച്ഛൻ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഈ സുന്ദരേഷൻ കാഷ്യൂ എന്ന് പറഞ്ഞ കൊല്ലത്ത് ഒരു വലിയ കാഷ്യൂ കമ്പനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദരേശൻ മുതലാളിയുടെ കാഷ്യറായിരുന്നു. അതെ. അതിനുശേഷം ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലായിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നെ പൂജകൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ പോവായിരുന്നു ഇടയ്ക്കൊക്കെ. അജയൻ ചേട്ടൻ ഒരു മോനല്ലേ ഉള്ളൂ? ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ അവരുടെ എല്ലാ സ്നേഹവാത്സല്യങ്ങളും കിട്ടി വളർന്നു. അമ്മയ്ക്ക് ചെറുപ്പം പോലെ തന്നെ നല്ല സ്കൂളുകളിൽ അല്ലെങ്കിൽ പുറത്ത് പഠിപ്പിക്കാനൊക്കെ വലിയ താല്പര്യമായിരുന്നു. നാട്ടിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പണ്ടേ ഞാൻ പഠിച്ചതൊക്കെ പുറത്ത് അടൂരിന് വെളിയിൽ കളമശ്ശേരിയിൽ ഊട്ടിയിൽ ലൗഡയിലായിരുന്നു
LKG UKG ഒക്കെ. അതിനുശേഷം പിന്നെ സെൻറ്റ് ജോസഫ്സ് വുഡ്സ് എന്നും പറഞ്ഞ കളമശ്ശേരിയിൽ, പിന്നെ രാജഗിരി ഹൈസ്കൂൾ, അവിടെയും ഒന്നാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ പഠിച്ചു. അങ്ങനെയായിരുന്നു. പിന്നെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവിടെ ആയിരുന്നു. അതിന് മുമ്പ് സെൻറ്റ് ജോസഫ്സ് ഓഫ് ദ വുഡ്സിലായിരുന്നു. പിന്നെ കോളേജ് ട്രിവാൻഡ്രം മാറിവാൻസ്, പിന്നെ JNU വരെ സോഷ്യോളജിക്ക് ഞാൻ പോയിട്ടുണ്ട്, ഡൽഹിയിൽ. ഇത്രയൊക്കെ പഠിച്ചൊരാൾ പിന്നെ ഈ സിനിമയാണ് തൻ്റെ മേഖല എന്ന് തിരഞ്ഞെടുത്ത് ആ വഴിക്ക് പോകാനൊരു തീരുമാനം എടുത്തപ്പോൾ? ചെറുപ്പം പോലെ എനിക്ക് സിനിമ ഒരു പാഷനായിരുന്നു. അമ്മയുടെ കൂടെയൊക്കെ ഈ ലൊക്കേഷനുകളിലൊക്കെ പോയി. എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കി. ഉണ്ണിയേശുവായിട്ട്, അതായത് ഒരു വയസ്സ് പോലും ഇല്ലാത്ത സമയത്താണ് സിനിമയിൽ ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത്. അതെ അല്ലേ? മിസ് കുമാരി അമ്മയുടെ ക്രിസ്മസ് രാത്രി എന്ന സിനിമയിൽ ഉണ്ണിയേശുവായിട്ട് അഭിനയിച്ചു. വളരെ കുഞ്ഞായിട്ടിരിക്കുന്നു. അതെ. പിന്നീട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പല സത്യം മാസ്റ്റർ കൂടെ കരകാണക്കടൽ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം, കടയിൽ ഇങ്ങനെ സാധനങ്ങൾ എന്താണ് വായിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആയിട്ട്. അങ്ങനെ ചെറുപ്പം പോലെ ഈ ലൊക്കേഷനിലൊക്കെ പോകുമായിരുന്നുകൊണ്ട് ഇതിനോടൊരു വലിയ, അതുപോലെ കുഞ്ചാക്ക മുതലാളിയുടെ ഉദയ സ്റ്റുഡിയോ, സുബ്രഹ്മണ്യം മുതലാളിയുടെ ട്രിവാൻഡ്രത്തെ മിർലാൻഡ് സ്റ്റുഡിയോ, അവിടെയൊക്കെ പോകുമായിരുന്നു അമ്മയുടെ കൂടെ. വർക്കില്ല, ഞാൻ സ്കൂളിൽ നിന്ന് അവധിക്ക് വരുമ്പോഴൊക്കെ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ അവധി സമയങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എവിടെയോ കണ്ടു, കുഞ്ചാക്കോ അവരുടെ ചിത്രങ്ങളുടെ ഒരു ഭാഗ്യനക്ഷത്രമായിരുന്നു അമ്മ. അല്ലേ? അതെ. അടൂർ പങ്കജം. അതെ, എല്ലാ മാസവും ഒരു 10-15 ദിവസത്തെ വർക്ക് അമ്മയ്ക്ക് അവിടെ കിട്ടുമായിരുന്നു. അമ്മ അവരുടെ ഒരു ലക്കി സ്റ്റാർ പോലെ അമ്മയിൽ നിന്നായിരിക്കും ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് ഒക്കെ എടുക്കുന്നത്. അപ്പം അവർക്കൊരു വലിയ ഇതായിരുന്നു. അപ്പം അവിടുന്ന് കിട്ടുന്ന അങ്ങനെ അന്നത്തെ ആ ഒരു പിന്നെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻകം അമ്മയ്ക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കാനൊക്കെ ഉള്ളൊരു പൈസ അമ്മയ്ക്ക് കിട്ടിയിരുന്നു. അച്ഛനും സഹായിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും ആ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. പിന്നെ മക്കള് ചാക്കോച്ചനെ വിളിക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കുഞ്ചാക്കോ മുതലാളിയുടെ മകൻ ബോബൻ കുഞ്ചാക്കോയുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്. മകൻ്റെയും കൊച്ചുമാൻ്റെയും കല്യാണത്തിന് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അജയൻ ചേട്ടൻ ഇപ്പോൾ എവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്? കാരണം അജയൻ ചേട്ടനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ഒരു സംശയം എന്നോണം എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ അടൂരാണോ എന്ന് എനിക്കറിയില്ല, ഇവിടുന്നൊക്കെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ഇപ്പോൾ എവിടെയാണ് അജയൻ ചേട്ടൻ? ഞാൻ ഇടയ്ക്കൊന്ന് ആലുവയിലോട്ട് ഷിഫ്റ്റ് ഔട്ട് ചെയ്തു. എൻ്റെ മരുമകനും മകളും അവിടെ ജോലിയിലായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അവിടെ ഒരു വീട് വാങ്ങിച്ച്, കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ആലുവയിൽ ഒരു വീട് വാങ്ങിച്ച് അവിടെ സെറ്റിൽ ചെയ്തു. ചേട്ടൻ ഒരു മകള്? എനിക്ക് ഒരു മകളെ. അവള് പിന്നെ സ്കൂൾ ടീച്ചറാണ്. മദ്രാസിലെ പത്മശേഷാദ്രി എന്ന് പറഞ്ഞ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ പിന്നെ നേരത്തെ അവൾ ആലുവയിൽ രാജശ്രീ എന്ന് പറഞ്ഞ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ അടൂരിൽ നിന്ന് കുറച്ചാൾ മാറി നിന്നു. അപ്പോൾ അവളുടെ ഹസ്ബൻഡിനും അവൾക്കും ജോലി മദ്രാസിലോട്ടായപ്പോൾ ഞാൻ പിന്നെ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നതാണ്. അജയൻ ചേട്ടാ, ഈ വന്ന വഴിയിലേക്ക് നോക്കുമ്പോഴേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കുറേ അജയൻ ചേട്ടനെ കുറിച്ച് കുറച്ച് ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അജയൻ ചേട്ടൻ്റെ സിനിമകൾ ഓൾമോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചവടി പാലത്തിൽ അത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നീട് സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കിലുക്കത്തിലെ നാരായണൻകുട്ടി. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ സിനിമയുടെ ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളിലും കൈവച്ച് പരിചയവും പരിജ്ഞാനവും നേടിയ ഒരു വ്യക്തിയാണ് അജയൻ ചേട്ടൻ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പകുതി പോലും അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ ഇന്ന് മെയിൻ സ്ട്രീമിൽ സംവിധായകരായിട്ട് തിളങ്ങി നിൽക്കുന്നവരുമുണ്ട്. അപ്പോൾ അജയൻ ചേട്ടന് എവിടെയാണ് പിഴച്ചത്? പിഴച്ചൊന്നുമില്ല. എനിക്ക് വന്ന 2-3 ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെസ്റ്റേൺ ഇൻഡസ്ട്രിയുമായിട്ട് വന്ന പ്രൊഡ്യൂസേഴ്സായിരുന്നു. അവരുടെ ചില കുൽസിതമായ ഒരു താല്പര്യങ്ങൾക്ക് വഴങ്ങാനോ അല്ലെങ്കിൽ അങ്ങനൊരു പിന്നെ നിലത്താണ് ഒരു കാര്യങ്ങൾക്ക് പുറപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെന്ന് എനിക്ക് പണ്ടേ തോന്നി. കാരണം നമുക്ക് പിന്നെ ഇതൊരു പാഷനാണ്, അല്ലാതെ ഇതൊരു പിന്നെ സാമ്പത്തികം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വലിയ ആർത്തിയൊന്നും എനിക്കില്ലായിരുന്നു. പണ്ടേ എനിക്കൊരു പണത്തിനോട് വലിയ ക്രേവിംഗ് ഒന്നും എങ്ങനെയും ഒക്കെ എല്ലാ കാര്യങ്ങളും അത് നടക്കുമായിരുന്നു. അങ്ങനെ സാഹചര്യം ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയത്, ഇപ്പോൾ സപ്പോസ് അജയൻ ചേട്ടൻ തന്നെ പറഞ്ഞ നാരായണൻകുട്ടിയൊക്കെ ഒറ്റ ഷോട്ടിൽ, ആദ്യത്തെ ഷോട്ടിൽ ആ ടേക്കിൽ തന്നെ
ഓക്കെ ആക്കി. അതെ, അതിൻ്റെ ഹിന്ദി ഫിലിമിലും ഞാൻ അഭിനയിച്ചത്. അതെ, അതെ. അതുപോലെ തന്നെ പിന്നെ മൂന്നാം പക്കത്തിലെ വേഷം പിന്നെ മോഹൻലാലിന്റെ ഏതായിരുന്നു, അഭിമന്യു. അതിലൊക്കെ ചേട്ടൻ വന്ന് ആ പറയുന്ന ആ എക്സ്പ്രഷൻ കാണുമ്പോൾ ഇരുത്തം വന്ന ഒരു നടൻ, ഒരുപാട് തഴക്കവും പഴക്കവും വന്ന ഒരാൾ പറയുന്ന അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കുന്ന ആ ഒരു പരിജ്ഞാനത്തോടു കൂടിയുള്ള പ്രകടനമായിരുന്നു ഈ സിനിമയിലൊക്കെ. അപ്പോൾ അഭിനയത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. സംവിധാനം എന്ന് പറയുമ്പോൾ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംവിധായകരോടൊപ്പം ഒരുപാട് നാൾ വർക്ക് ചെയ്തൊരു പരിചയം. ഇതൊക്കെ ഒരു സംവിധായകനെ സൃഷ്ടിച്ചെടുക്കാൻ തീർച്ചയായിട്ടും അതിന് തക്കവണ്ണമായിട്ടുള്ള എല്ലാ പിന്നെ ഒരു മൗൾഡിങ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു എന്താണ് പറയുന്നത്, പല നമുക്ക് വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല നല്ല ആൾക്കാരല്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു സിനിമ 2-3 പേര് വന്നു. ഞങ്ങൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ വർക്ക് ചെയ്തു. ഞാൻ പിന്നെ നമ്മുടെ അദ്ദേഹത്തെ കൊണ്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിച്ചു, ശ്രീനിവാസൻ ചേട്ടനെ കൊണ്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതിച്ചു. സ്ക്രിപ്റ്റ് സാധാരണ പുള്ളിയുടെ സിനിമ സ്ക്രിപ്റ്റിങ് എന്നടുത്ത് കഴിയത്തില്ല, ഷൂട്ടിംഗ് സമയത്താണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് പുള്ളി എന്നോടുള്ള പ്രത്യേക താല്പര്യത്തിൻ്റെ പുറത്ത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് തന്നു. അതിനുശേഷം പല പല കാര്യങ്ങളുണ്ടായി, അങ്ങനെ അത് നടന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതിനോടുള്ളൊരു താല്പര്യമൊക്കെ പോയി. പിന്നെ അഭിനയം ഇടയ്ക്ക് വന്നപ്പോൾ പിന്നെ അത് പെട്ടെന്ന് നമ്മളിപ്പോൾ കുറച്ച് ദിവസം വർക്ക് ചെയ്യുന്നു, പൈസ വാങ്ങിക്കുന്നു, നമ്മൾ വീട്ടിൽ പോരുന്നു. പിന്നെ ഒരു ഫാമിലി മാൻ ആയിരുന്നു ഞാൻ. വിവാഹത്തിന് ശേഷം മോളും വൈഫും കുടുംബവും ഒക്കെ ഇറങ്ങുന്ന അവിടെ ആയിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം. പിന്നെ വർക്ക് വരുമ്പോൾ പോവും, ഇല്ലെങ്കിൽ വീട്ടിലായിരിക്കും. അങ്ങനെ ആയിരുന്നു. അല്ല എങ്കിലും ഞാൻ ചോദിക്കുന്നത്, അമ്മയ്ക്ക് സുഖമില്ലാതായി, പിന്നെ അമ്മയെ നോക്കേണ്ടത് ഒരു അത്യാവശ്യമായത്. തീർച്ചയായിട്ടും അവരുടെ വിശേഷങ്ങൾ പലതും പല ചാനലുകളിലും വന്നതുകൊണ്ട് ഞാൻ അതേ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നില്ല. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം അജയൻ ചേട്ടനെ ഒരു നല്ല സംവിധായകനായി കാണണം എന്നുള്ളതാണ്. അതിന് സമയം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുന്നത്, ചേട്ടാ എന്താണ് അതിൻ്റെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി? അല്ല, ഇനിയും നല്ലൊരു സെറ്റപ്പിലൊരു എൻ്റെ ഫ്രണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പടം ചെയ്യണം. അതെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് സെറ്റായിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് തന്നിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അത് ആ ഉദ്യമം നന്നായി വരട്ടെ, നല്ലൊരു സക്സസ് ആയി മാറട്ടെ. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അജയൻ ചേട്ടനെ കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, അജയൻ ചേട്ടൻ അഭിനയിച്ച ഒരു 4-5 ചിത്രങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ്, കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ഇന്നിപ്പോൾ അജയൻ ചേട്ടന് എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം, അജയൻ ചേട്ടനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതാരാ എന്ന് ചോദിച്ച വ്യക്തി പോലും എനിക്കറിയാം. തീർച്ചയായിട്ടും അങ്ങനൊന്നും എന്താ പറയുന്നത്, ഒതുങ്ങിക്കൂടേണ്ടുന്ന ഒരാളല്ല. പക്ഷേ അജയൻ ചേട്ടൻ ആരോടും പരിഭവമില്ല, ആരോടും പരാതിയില്ല. അദ്ദേഹം ഇപ്പോൾ പോലും നമ്മളോട് പറയുന്നത് എന്താണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് കാശിനോട് ആർത്തിയില്ല. ആ ലാളിത്യം, അതാണ് അജയൻ ചേട്ടനെ വലിയവനാക്കുന്നത്. പക്ഷെ സിനിമയ്ക്ക് അത് അഭികാമ്യമാണോ? അല്ല, സിനിമയ്ക്ക് അങ്ങനെ ഒരു കഥാപാത്രം ഒരു മിസ്ഫിറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് അവിടെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരുത്തിന് മാത്രമേ അവിടുന്ന് രക്ഷപ്പെടാനൊക്കുന്നുള്ളൂ. പിന്നെ എന്താ ഇതിന് പറയുന്നത്, ഒരു മേഖലയിൽ നിന്ന് ആ മേഖലയിൽ നമുക്ക് പിന്നെ ഈ എല്ലാ ആൾക്കാരുമായിട്ട് ചംച്ച കളിക്കണം, ഫ്രണ്ട്സ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതി ബിഹേവ് ചെയ്യേണ്ടവരോട് ഇത് അങ്ങനെ ചെയ്യണം. നമുക്കങ്ങനെ ഒരു പ്ലാൻ ചെയ്തൊന്നും ഒരു പെരുമാറാൻ അറിയാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. പിന്നെ ചില അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അഭിപ്രായം നമ്മുടെ ഭാഗത്തും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പം അതൊക്കെ നമ്മളെ ഒരു മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. അങ്ങനെ ഒരു അബദ്ധം ഉണ്ട് നമ്മുടെ. അത് ശരിയായില്ല, അല്ലെങ്കിൽ അത് അങ്ങനല്ല അതിൻ്റെ കാഴ്ചപ്പാട്, അതല്ല ശരി. അങ്ങനെ ഒരു തോന്നൽ ഉണ്ട്. അത് എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് ചിലടത്ത് അതൊന്നും ശരിയായിരിക്കത്തില്ല. തിരുത്തലുകൾക്ക് തയ്യാറായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് ഈ വോട്ടായാം, അതാണ് എനിക്ക് ഞാൻ എപ്പോഴും ടിൽ മൈ ഡെത്ത്. അതാ എൻ്റെ ഒരു അല്ല, ഇനിയുള്ള യാത്രയിലാണെങ്കിൽ പോലും ഇല്ല, എനിക്ക് മാറാനൊക്കെ ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ പോകാനേ പറ്റൂ. ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഏത് സംവിധായകന്റെ ഒപ്പം ജോലി? മറ്റുള്ളവരെ പിണക്കാൻ വേണ്ടി ചോദിക്കുന്നതൊന്നുമല്ല. ഞാൻ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് വേണു നാഗവള്ളി,
പ്രിയൻ സാറ്, പ്രിയദർശന്, പിന്നെ പത്മനാഭൻ സാറിൻ്റെ അടുത്ത് ഒത്തിരി വളരെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് തോന്നിയത് ആരായിരുന്നു? എനിക്ക് ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് തോന്നിയത് പത്മനാഭൻ സാറാണ്. അതെയോ? അദ്ദേഹം ഒരു പിന്നെ ഇതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങളിലൊന്നും വലിയ ഇതൊന്നും ഇതില്ലെങ്കിലും സ്ക്രിപ്റ്റിങ്ങും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ക്രിപ്റ്റ് മനസ്സിൽ കാണുന്ന പോലെ തന്നെ എടുക്കണം എന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ട്. അതിന് പറ്റിയ സാങ്കേതിക വിദഗ്ധരെയാണ് പുള്ളി വെക്കുന്നത്. അപ്പം അതിനകത്തൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷെ അതൊരു കവിത പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത് പോലും അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് പിന്നെ ഇരിക്കാനും ഒക്കെ പറ്റില്ല. ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് പല തരത്തിലുള്ള ഡ്യൂട്ടീസ് ആയിരിക്കുമല്ലോ. ചിലർ ഓരോ മൊമെന്റ്സുകൾ ശ്രദ്ധിക്കാൻ, കോസ്റ്റ്യൂം ശ്രദ്ധിക്കാൻ, ഡയലോഗ്സ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ചേട്ടൻ ഏതായിരുന്നു കൂടുതൽ? ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കൂടെ ആയിരുന്നുള്ളൂ. വേണുനാളി സാറിൻ്റെ കൂടെ അദ്ദേഹം കഥ എഴുതുന്ന കഥ മനസ്സിൽ പുള്ളിക്ക് തുടങ്ങുന്ന കാലം മുതലേ പുള്ളി നമ്മളെ കൂടെ ഇരുത്തി അദ്ദേഹം പറയും, അല്ല ഞാൻ എടുക്കും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കോപ്പീസ് എടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ടിങ് ലൊക്കേഷൻ ചെല്ലുമ്പോൾ നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്, ഓരോ സീൻസിൻ്റെയും ഓരോ ലൊക്കേഷൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് അസിസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഇന്ന എല്ലാ സീനിൽ ഇന്ന സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ ഇന്ന പ്രോപ്പർട്ടീസ് വേണം, പ്രോപ്സ് വേണം, അതെല്ലാം ആ ഡയറക്ടർ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാനാണ്. സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള തയ്യാറെടുപ്പ് വല്ലതും നടത്തിയോ? ഇല്ല, എനിക്കത് ആഗ്രഹമുണ്ടോ? ആഗ്രഹം മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കെന്തോ അത് പറ്റിയിട്ടില്ല. അല്ല, ഇത്രയൊക്കെ പരിചയം ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ എനിക്കത് പറ്റിയിട്ടില്ല. സ്ക്രിപ്റ്റിംഗ് എനിക്ക് പറ്റി. ശ്രമിച്ചാലൊന്നും നടക്കൂ ഇനി തോന്നുമോ എനിക്കറിയത്തില്ല. എങ്കിലും പല ഐഡിയാസ് മനസ്സിൽ വരുമ്പോൾ ഞാൻ കുറിച്ചിടും. പക്ഷെ അതൊരു തിരകഥ രൂപത്തിൽ വരുത്താനുള്ള ഒരു ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആശയം മനസ്സിലുണ്ടോ? ഒത്തിരി പരിപാടികൾ മനസ്സിലുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കുന്നത്, നമ്മുടെ ഈ ഇന്റർവ്യൂസ് കാണുന്നവരിൽ ആരെങ്കിലും സിനിമയോട് അതിമോഹമുള്ളവർ, അല്ലെങ്കിൽ മോഹമെങ്കിലും ഉള്ളവർ ആർക്ക് വേണമെങ്കിലും അജയൻ ചേട്ടനെ സമീപിക്കാം. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. കഥ മനസ്സിലുണ്ട്, സിനിമയെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളുടെയും പരിജ്ഞാനം ഉള്ളിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മഹാമനുഷ്യൻ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, അതിൽ മാറ്റമൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയുടെ പല മേഖലകളിൽ പല വ്യക്തിത്വങ്ങളുടെ ഒപ്പം ജോലി ചെയ്ത് അത് വർക്ക് ചെയ്ത് ആ പരിജ്ഞാനവും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ മനുഷ്യനായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല, ഒരു മഹാമനുഷ്യൻ തന്നെയാണ്. ഇദ്ദേഹത്തെ കൂട്ടുപിടിച്ചാൽ മലയാള സിനിമയ്ക്ക് കുറേ നല്ല സിനിമകൾ ലഭിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അജയൻ ചേട്ടനെ സമീപിക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മെറ്റീരിയലും ഇവിടെ കയ്യിലുണ്ട്. ചേട്ടാ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഞാൻ ഒരു 3 വർഷം മുമ്പ് എനിക്കൊരു അറ്റാക്ക് വന്നു. 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. ഒരു സ്റ്റെന്ത് ഇട്ടിരിക്കുക, 3 സ്റ്റെന്ത് ഇട്ടു. ആദ്യത്തെ പ്രാവശ്യം അറ്റാക്ക് വന്നപ്പോൾ എൻ്റെ കാലിലോട്ടുള്ള ഞരമ്പിൽ കൂടെ ആയിരുന്നു ഇതൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് നടക്കാനൊരു കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പം അത് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. അതൊരു ഞരമ്പ് ഏതാണ്ട് കട്ടായെന്നാണ് പറയുന്നത്, കാലിലോട്ടുള്ള ഈ രക്തക്കുഴലിൻ്റെ. അതൊരു ഇഷ്യൂ ആയി. അതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇപ്പോഴും പലരും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. ഞാൻ കൂടെ ഇരിക്കാറുണ്ട്. അന്നുണ്ടായിരുന്ന അതേ സൗഹൃദം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്ന എല്ലാ ആൾക്കാരും, പണ്ടത്തെ ആൾക്കാരുമായിട്ടെല്ലാം ഞാൻ ആരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു അവർക്കൊക്കെ ഞാൻ ഇപ്പോഴും പെറ്റാ. തീർച്ചയായിട്ടും. ഈ ഇടയ്ക്കും പ്രിയൻ സാർ കല്യാൺ സിൽക്സിൻ്റെ ഒരു ഷൂട്ട് നടത്തി. അത് ലിസി മാഡവും മോളും അതിനകത്ത് അഭിനയിച്ചു, കല്യാൺ സിൽക്സിൻ്റെ ഒരു പരസ്യത്തിൽ. അപ്പം അതിനെ തൃശ്ശൂർ വന്നപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ സാഹചര്യം ഉണ്ടായി. സംസാരിച്ചു, നീ വാടക പറ്റി ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു, എനിക്കിനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ലിസി മാഡവും ഒക്കെ സംസാരിച്ചു. വലിയ കാര്യമായിരുന്നു അവരൊക്കെ. ഇപ്പോഴും അവരൊന്നല്ല, വേണുനാളി സാറിൻ്റെ മകനുമായിട്ടും പത്മനാഭൻ സാറിൻ്റെ കുടുംബമായിട്ടും ഒക്കെ ഇപ്പോഴും നല്ല നല്ല ബന്ധങ്ങളുണ്ട്. അതെ. പിന്നെ ഞാൻ ഈ വേണുനാളി അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. പുള്ളി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒതുങ്ങിയ മനുഷ്യരാണ്. ഞാൻ നേരത്തെ ചോദിക്കാൻ ഒരു കാര്യമാണ്, അവിടുന്ന് പകർന്നു കിട്ടിയ അതിലൊരു സത്യം ഉണ്ടായിരുന്നു. അതെയോ? അദ്ദേഹം ഒരു അങ്ങനെ ഒരു ചാടി പിടിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. അങ്ങനെ ചാടി പിടിച്ചെടുക്കാനോ ഒന്നും പുള്ളി ശ്രമിക്കുക. പുള്ളിയുടെ അടുത്ത് വന്നാൽ
പുള്ളി അത് സ്വീകരിക്കും, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നാണ് കിലുക്കം പോലെ ഇന്നും ഓർത്താൽ ചിരി വരുന്ന സിനിമ ഉണ്ടായതെന്ന് അതെ ഓർക്കുമ്പോൾ അതെ 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 അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അതൊക്കെ എഴുതുന്ന സമയത്ത് അജയൻ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബേണിച്ചേട്ടനെക്കാളും കൂടുതൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുത്തത് പ്രിയൻ സാറാണ്. അതെയോ? അതെ അതെ, അതിന്റെ സിറ്റുവേഷൻസ് മിക്കതും പ്രിയൻ സാറിന്റെ. അതെയോ? അത് അത്ര ഹിലാരിയസ് ആയത്. ബേണിച്ചേട്ടന്റെ വേറൊരു മൂഡാകുന്നല്ലോ ബേണിച്ചേട്ടന്റെ കഥകളുടെയും ഒക്കെ ഒരു പോക്ക്. പക്ഷെ അതെന്തായാലും അതങ്ങ് അതുപോലെ അങ്ങ് പറ്റി എന്നുള്ളത്. അതെ 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 അതെ. അയ്യോ, ആ സിനിമ അതിനെ ലൊക്കേഷനും അതിന്റെ ഒരു ഷൂട്ടിംഗ് ടൈമിങ്സും രാവിലെ 4 മണിക്ക് ഞങ്ങൾ ലൊക്കേഷൻ പോയിട്ട് ഒരു സൺ ബ്രൈറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടാസ്ക് അനുഭവിച്ച ഒരു ചിത്രീകരണം എനിക്ക് തോന്നുന്നു കാലാപാനി. അത് ആൻഡമാനിലെ അത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവരൊക്കെ വലിയ ആൾക്കാർ സ്റ്റാർസൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട്. അവിടെ വളരെ സാവേജ് ആയിട്ടുള്ളൊരു ആൾക്കാർ താമസിക്കുന്നൊരു ദ്വീപുണ്ട്. അവിടെ വരെ പോയി ഷൂട്ട് ചെയ്തു. ഭയങ്കര ഒരു ദ്രോഹിക്കുകയൊക്കെ ചെയ്യും. ഇവരാരെങ്കിലും ചേട്ടനോട് എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ, അജയ ഇനി നിനക്കൊരു സ്വതന്ത്ര സംവിധായകനായി മാറാം? ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിക്കണം എന്നൊക്കെ ഉള്ളവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വീട്ടിലോട്ടിങ്ങി പോരുന്നതിൻ്റെ കുഴപ്പമുണ്ട്. നമ്മളിപ്പോൾ അവിടെ തന്നെ നിന്ന് അവിടെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ നേരം ഉണ്ടെങ്കിൽ ഈ ആൾക്കാർ വരും. നമ്മൾക്കുമായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാവും. ഇത് നമ്മൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് തിരിച്ച് നിലവിലിപ്പം അഭിനയം തീരെ ഇല്ലെന്നാണോ? ഇപ്പൊ വളരെ കുറവാണ്. ഒത്തിരി സീരിയൽസിലും അഭിനയിക്കും. എനിക്ക് കാലിന്റെ അത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ ഇപ്പോഴും കുറച്ച് ദിവസത്തെ കാര്യമല്ല. വിളിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് പിന്നെ ഒരു മൂവിങ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല, ബുദ്ധിമുട്ടാണ് നടക്കാൻ, അല്ലെങ്കിൽ ഇച്ചിരി അസുഖം ഉണ്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ രീതിയാണ്. തീർച്ചയായിട്ടും അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എപ്പോഴും നല്ല ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. ഇനി അമ്മയിലും വല്യമ്മച്ചിയിലേക്കും വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയായിരുന്നു ഇവിടെ? അവര് ഭയങ്കര അടുപ്പമായിരുന്നു, ഭയങ്കര വഴക്കുമായിരുന്നു. ആണോ? ഭയങ്കര അടുപ്പമാണ്. വഴക്കിട്ടാലും ഒരു മാസത്തിൽ കൂടുതലൊന്നും വഴക്കിട്ട് നിൽക്കത്തില്ല. പിന്നെ അവർ വീണ്ടും പിന്നെ സന്തോഷകരമായിട്ട് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അവസാനമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായി. ശാരീരിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അമ്മ അസോസിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കിയിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ വലിയ ഭവാനിയമ്മയ്ക്കാണെങ്കിൽ ഈ എല്ല് പൊടിഞ്ഞു പോകുന്നൊരു രോഗമായിരുന്നു. അപ്പം എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അവരെ സ്പോൺസർ ചെയ്ത് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കും, ഭവാനിയമ്മ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കൃഷിക്കാരൻ തന്നെ. കല്യാണം കഴിച്ചു. അതിലൊരു മകനുണ്ട്. അവന് കലാപരമായ കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അവനിപ്പോൾ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. കുടുംബമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ അടുത്തൊരു വീടൊക്കെ വാങ്ങിച്ച്. ഈ ജയ തിയേറ്റേഴ്സ് ഒക്കെ നിന്ന് പോകാനുള്ള ഒരു കാരണം അവരുടെ അവശത തന്നെയായിരുന്നു. അവരുടെ അവശതയായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു പീക്ക് ടൈം കഴിഞ്ഞു. പിന്നെ സിനിമയിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു മൂഡിലായിരുന്നു ജയ തിയേറ്റേഴ്സൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. പിന്നെ അമ്മയ്ക്ക് വയ്യാതായപ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ അത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട്. അതൊരു ശരിക്കും ഒരു സർക്കസ് കൂടാരം കൊണ്ടു നടക്കുന്ന പോലെ ഈ നാടക ട്രൂപ്പിൻ്റെ ഒരു പരിപാടി. പിന്നെ എനിക്ക് അതിനകത്തോട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോകും. അതുകൊണ്ട് അതൊരു വലിയൊരു ഇതായിരുന്നു. കാരണം നമുക്ക് സിനിമയിൽ അങ്ങനെ ചെന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ മനസ്സിലാവും ഈ ക്യാരക്ടർ ഇന്ന രീതിയിലുള്ള ക്യാരക്ടർ നമ്മളിങ്ങനെ രീതി പ്രസൻറ്റ് ചെയ്യണം. പിന്നെ തെളിയഞ്ചേട്ടനായിരുന്നു തന്നെ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിപ്പിച്ചത്. ഭ്രമം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംവിധാനം ചെയ്തു. അങ്ങനെ ഒത്തിരി അതിനകത്ത് ഒത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എനിക്കത് കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അതെല്ലാം മൈൻഡപ്പ് ചെയ്യും. സിനിമ, സീരിയൽ ഇതൊക്കെ പരിചയമുള്ള ഒരു മേഖല തന്നെയാണ്. ഒരുപാട് കാലത്തെ പരിചയം അജയൻ ചേട്ടന് ഞാൻ നേരത്തെ പല പ്രാവശ്യവും പറഞ്ഞതുപോലെയുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ സിനിമ ആ ഒരു ഫീൽഡുമായിട്ട് അജയൻ ചേട്ടന് എത്രത്തോളം പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും വളരെ വലിയൊരു വ്യത്യാസം തോന്നുന്നത് എവിടെയാണ്? ഒന്നാമത് നമ്മൾ
ഇപ്പം എല്ലാം വളരെ നമുക്ക് പിന്നെ അവൈലബിൾ ആണ്. എന്ന് മാത്രമല്ല ഡിജിറ്റൽ സാങ്കേതിക വിദ്യയൊക്കെ വലുതായിട്ട് പുരോഗമിച്ചതുകൊണ്ട് നമുക്ക് ഏത് കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ഷോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അത് കാണാൻ പോലും പറ്റത്തില്ല. അത് എക്സ്പോസ് ചെയ്ത് കാണുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ ആ ഫ്രെയിമിനെ പറ്റി ഇപ്പോൾ നമുക്ക് കണ്ട് ചേഞ്ചസ് വരുത്തി ഒക്കെ ചെയ്യാം. പിന്നെ ആൾക്കാരുടെ പിന്നെ സാധാരണ മനുഷ്യരുടെ ആണെങ്കിലും ഇൻട്രാക്ഷൻസിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പെരുമാറ്റത്തിലും അവരുടെ അടുപ്പത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും ഭയങ്കര ചേഞ്ചുണ്ട്. പണ്ടത്തെ ആ ഒരു ബേസിക്കായിട്ടെല്ലാം പണ്ടത്തെ പോലെ തന്നെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു തീവ്രത വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സൗഹൃദങ്ങളുടെയും തീവ്രത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ചേച്ചിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ചേച്ചിയുടെ പേര് അജയൻ ചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു. അവളുടെ പേര് അമ്പിളി എന്നാണ്. അവള് വലിയൊരു കലാകുടുംബത്തിൽ നിന്നാണ് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റിയത്. വെട്ടിയാർ PK എന്ന് പറഞ്ഞ പണ്ട് കാലത്തെ പ്രശസ്തനായ ഒരു കഥാപ്രാസംഗികനുണ്ട്. വെട്ടിയാർ PK, സാംബശിവൻ, അവരുടെ ആ കാലഘട്ടത്തിൽ. സാംബശിവന് മുമ്പ് വെട്ടിയാർ PK, അദ്ദേഹം കർണൻ കഥാപ്രസംഗമൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളാണ്. പിന്നെ അവളുടെ അച്ഛനും ഒരു മ്യൂസിക് സംഗീത വിദ്വാനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. വെട്ടിയാർ ഗോപാലമുള്ളാന്ന്. അപ്പോൾ അദ്ദേഹം വളരെ കാലം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഹാർമോണിയം വായിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഇരുന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അതെ അതെ അതെ, നമുക്കൊന്ന് വിളിച്ചാലോ? വരുമല്ലോ? തീർച്ചയായിട്ടും. എന്തായാലും മൈക്ക് 2 മൈക്കേ ഉള്ളൂ. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും. ഇവിടെ അടുത്തിരിക്കട്ടെ ഇവിടെ. അതെ അതെ, പിന്നെന്താ, അപ്പം മൈക്കും കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ ഫൈനലി അമ്പിളി ചേച്ചി എത്തിയിട്ടുണ്ട്. അമ്പിളി ചേച്ചി തന്നെയാണോ വീട്ടിൽ വിളിക്കുന്നത്? വേറെ അരുമ പേരൊന്നും ഇല്ല? കുഞ്ഞിലേ ഉണ്ടായിരുന്നു, പൊടിമോളെന്ന് വിളിക്കുന്നത്. ഈ കലാഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു പേര് ആണോ? അല്ല അമ്പൂന്നോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ചേച്ചി എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ വീട്ടിൽ വരുന്നത്? എനിക്ക് 19 വയസ്സായപ്പോ. 19 വയസ്സുള്ള അതായത് 18 വയസ്സൊക്കെ കഴിഞ്ഞപ്പോ എന്റെ നിശ്ചയം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞായിരുന്നു കല്യാണം. അമ്മയെ എന്നെ വന്ന് കാണുന്നത്. ആദ്യമായിട്ട് ചേട്ടൻ കാണുന്നതിനെക്കാട്ടിലും മുമ്പേ അമ്മയെ വന്ന് എന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ട് അമ്മ ഏകദേശം മനസ്സുകൊണ്ടങ്ങ് തീരുമാനിച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കാണും, ഇത് മതിയെന്ന്. എന്നിട്ട് പിന്നെ വന്ന് മോനോട് പറയുന്നത്, എനിക്ക് ഒരു കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മോനെ, പിന്നെ ഇതുപോലെ വെട്ടിയാറാ വീട്, പഴയ തറവാടൊക്കെയാ, മോൻ ഇഷ്ടപ്പെടും, അന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം കല്യാണം ഒന്നും ഉടനെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. 26 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം മോൻ എന്തായാലും കണ്ടു നോക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നോക്കാം, പിന്നെ കുറച്ച് കഴിഞ്ഞ് മതിയെങ്കിൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് വെച്ചു. പക്ഷെ അത് കണ്ടപ്പം ഇഷ്ടമായി ഇല്ലയോ? ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ചോദിച്ചപ്പോഴാണ് ചോദിക്കുന്നത് ഇഷ്ടമാണോ? പക്ഷെ ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ചേച്ചിയുടെ 1-2 ഇന്റർവ്യൂസ് ഞാൻ കണ്ടപ്പോഴേ ചേച്ചി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചേച്ചി ഇവിടുത്തെ മരുമകളല്ല, മകള് തന്നെ. ഈച്ച് ആൻഡ് എവറിത്തിങ് മൊമെന്റ്സും ചേച്ചിക്ക് നന്നായിട്ട്. അമ്മയും ഇടയ്ക്കിടയ്ക്ക് കൊച്ചു പിണക്കങ്ങളും, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. പക്ഷെ എന്നാലും കൊച്ചു പിണക്കവും വഴക്കവും ഒക്കെ ഉണ്ടെങ്കിലും ആ പിണക്കം അധികം നേരം നിൽക്കത്തില്ല. ഞാനൊന്ന് ശകലം ഒന്ന് ബലം പിടിക്കാൻ നോക്കിയാൽ എനിക്കും അത് പറ്റാറില്ല പലപ്പോഴും. പക്ഷെ എന്നാലും അമ്മയെ പോയി വിളിക്കുക അല്ലെ മിണ്ടാന്ന് വിചാരിക്കുമ്പോൾ തന്നെ അമ്മ എന്തെങ്കിലും ഒരു പൊതിയൊക്കെ ആയിട്ട് മക്കളേന്ന് വിളിച്ചുകൊണ്ട് ഇനി വരും. മക്കളേന്നേ എന്നെ വിളിച്ചിട്ടുള്ളൂ. അത് ഇദ്ദേഹവും അത് കേട്ടിട്ട് എന്നെ അങ്ങനെ വിളിക്കാറ്. മക്കളേന്ന് വിളിക്കും. അമ്മ വിളിച്ചാണ് അങ്ങനെ ശീലിച്ചിട്ടുള്ളത്. അജയൻ ചേട്ടനെ ഇങ്ങനെ കാണാൻ തന്നെയായിരുന്നു, ഇതിനേക്കാൾ കൂടുതൽ കാണാനായിട്ട് തീർച്ചയായിട്ടും അമ്പിളി ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല, ഞാൻ ഓക്കെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലും കൂടെ കിട്ടുന്നുണ്ടല്ലോ ആള്. പോയാല് ഒരുപാട് തിരക്ക് വേണ്ടെന്നാണോ? ഒരുപാട് തിരക്കായി പോകുമ്പം എനിക്ക് ആ സമയത്തൊക്കെ, ഒരുപാട് തിരക്കുള്ള സമയത്തൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഓക്കെയാ. കാര്യം ഇപ്പൊ എനിക്ക് ആളിന്റെ കൂടെ ഉണ്ടല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓക്കെയാ. അല്ല, നമുക്ക് സ്ക്രീനിൽ ഒരു പേര് വരണ്ടേ? അതിലെനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ നല്ല ഇതായിട്ടൊക്കെ ചെയ്യുമ്പം ചേട്ടന് കുറച്ചൊന്ന് പുറമോട്ട് നിന്ന് പോയല്ലോ എന്നുള്ളതിൻ്റെ ഒരു സങ്കടം തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ. അതുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതിനെന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ ചേട്ടാ?
ചേട്ടൻ ഇങ്ങനെ ആ ഒരു സ്വഭാവം ഒന്ന് എന്ന് വെച്ചാൽ ചൂടനാവണമെന്നോ അല്ലെങ്കിൽ നിലപാടുകളിൽ നിന്ന് മാറണമെന്നല്ല, ചേട്ടൻ കുറച്ചും കൂടെ ആൾക്കാരെ അങ്ങോട്ടേക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും? അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയത്തില്ലല്ലോ. എൻ്റെ പ്രൊഫഷനെ മ്യൂസിക്കിനെ പറ്റിയിട്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് കുറച്ച് അവയർനെസ് ഉണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒഫീഷ്യലായിട്ട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ അതാ. അത് എനിക്കറിയാം. കഴിഞ്ഞിട്ട് അതൊന്ന് തെളിയിക്കണം. കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടും ചേട്ടൻ്റെ ഫ്രണ്ട് സർക്കിള് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയെ പറ്റിയിട്ട് എനിക്ക് അധികം അറിയത്തില്ലല്ലോ. കുറച്ച് പേരെ അറിയാം, കുറച്ച് പേർക്ക് നമ്മളെ അറിയാം. എല്ലാവർക്കും നമ്മളോടൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതേപ്പറ്റി അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതേപ്പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കാനോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വാമഭാഗം എന്നുള്ള നിലയ്ക്ക് ഒരാളെ പൂർണ്ണമായിട്ടും ഭർത്താവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെ. തീർച്ചയായിട്ടും. ഇങ്ങനത്തെ ഈ ശാന്ത കഥാപാത്രങ്ങളല്ലാതെ ഒരു നല്ല വില്ലനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യും. അത് ആ ക്യാരക്ടർ ഏത് കൊടുത്താലും ചെയ്യും കേട്ടോ. അതിനകത്ത് എനിക്ക് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഏതൊരു ക്യാരക്ടർ കിട്ടിയാലും ആ ക്യാരക്ടറായിട്ട് മാറിയിട്ട് കറക്റ്റ് അത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഇങ്ങനെ ചോദിക്കാനും ഇതുപോലെ സൂചിപ്പിക്കാനും ആഗ്രഹിച്ചതിന്റെ പ്രധാന ഉദ്ദേശം, അജയൻ ചേട്ടനെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് യൂസ് ചെയ്യാൻ ഇനിയും ഉണ്ട്. ഒരുപാട് സ്റ്റഫുള്ള ഒരാളാണ്. ഒരുപാട് പിന്നെ ഉപയോഗിക്കാമായിരുന്ന ഒരു പിന്നെ കഥാപാത്രം, ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ തന്നെ പലപ്പോഴും ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് ദൂരം മാറിയൊക്കെ നിൽക്കുവാണെങ്കിൽ തന്നെ അപ്പം അതൊന്നും ബോധർ ചെയ്യാറില്ല. അപ്പം ആ ക്യാരക്ടറാണ് മെയിൻ. പക്ഷെ ആ കൊടുക്കുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചില്ലല്ലോ ആരും, എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. അതുപോലെ അടുപ്പമുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് അടുപ്പം ചേട്ടനുള്ള ഒരു മേഖലയാണല്ലോ. അതെ. അപ്പൊ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ പാവം ചേട്ടനെ ഉപയോഗിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉപയോഗിക്കാമായിരുന്നല്ലോ എന്നുള്ളത് മാത്രമല്ല, ഇനിയും ഉപയോഗിക്കാം. സാമ്പത്തികം അല്ല അവിടെ വിഷയം. ദൈവം അനുഗ്രഹിച്ച് ജീവിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഈശ്വരൻ ഇതുവരെ വരുത്തിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കലാപ്രവർത്തനങ്ങൾ വെളിയിൽ വരണ്ടേ. അത് ചെയ്തില്ലല്ലോ, പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. അല്ല, അതൊരു നിരാശയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരാശ തന്നെയാണ്. പക്ഷെ അതൊരു അവസാനത്തെ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു പോകുന്നതിന്റെ ഒരു കാര്യം, അജയൻ ചേട്ടനെ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് സന്മനസ്സുള്ള, കലാഹൃദയമുള്ള, സിനിമാ സ്നേഹികളായിട്ടുള്ള, പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് വരാം. അജയൻ ചേട്ടനെ ഇനി നമുക്ക് ആവശ്യത്തിലധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പം ചെറിയ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം തിരിച്ചു വരും, നല്ല ഉറപ്പുണ്ട്, അതിനുള്ള ശ്രമത്തിലുമാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഇത് എൻ്റെ മാത്രമായിട്ടൊരു അപേക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി. നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും നമുക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് അജയൻ ചേട്ടൻ. അപ്പോൾ അതുകൊണ്ട് അജയൻ ചേട്ടനെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. അതിന് തയ്യാറായി ആരെങ്കിലുമൊക്കെ എത്തണം, അല്ലേ ചേച്ചി? ഈ സംഗീതമൊക്കെ പഠിച്ചു, ആ വഴിക്ക് എത്രത്തോളം പോയിട്ടുണ്ട്? അതും ഇത് പറഞ്ഞതുപോലെ കലാരംഗം എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഉദ്ദേശിച്ചിടത്തോട്ട് എത്തിപ്പറ്റണമെങ്കിൽ അതൊരു ഭാഗ്യം വേണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോഴും അത് കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പാടുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മുതിർന്നവർ വരെ എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. പിന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കലോത്സവങ്ങൾക്ക്. അത്യാവശ്യം ഒരു സ്റ്റേജ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനത് കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് ആ ഒരു സമയം വിനിയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒറ്റ മോനാണല്ലോ. അപ്പം ആ സമയത്തൊക്കെ അമ്മ തിരക്കായിരിക്കും മിക്കവാറും, ചേട്ടനും തിരക്കായിരിക്കും. അപ്പം വീട്ടിലെ അച്ഛന് പറഞ്ഞല്ലോ, അച്ഛൻ തിരുമേനിയാ, കുറച്ച് സാത്വികനായിട്ടുള്ളൊരു മനുഷ്യനാ, പോറ്റിയ. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിലൊരാൾ വേണം. പിന്നെ ചേട്ടനും അത് ഇഷ്ടമായിരുന്നു. ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു വീട്ടമ്മയായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ആ സമയത്തൊക്കെ പിന്നെ മോളായി. മോളുടെ ഒരു പ്രായം വരെ മോള് കലാതിലകമൊക്കെ ആയിരുന്നു. അവള് നന്നായിട്ട് ഡാൻസ് പെർഫോമൻസ് ചെയ്യും, പഠിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനത് വിനിയോഗിക്കാൻ, പിന്നെ
ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അന്ന് അതിനു വേണ്ടിയിട്ട് ഞാൻ മെനക്കെട്ടിട്ടില്ല. പക്ഷെ ചേട്ടനെ കുറച്ച് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ഗുരുക്കന്മാരുടെ കൂടെ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ടും പല ഗുരുക്കന്മാരുടെയും കൂടെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ വിളിച്ച് വരുത്തി പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. പ്രോഗ്രാമിനൊക്കെ എന്നെ വണ്ടി ഓടിച്ച് കൊണ്ടുപോയി പാടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. അതുപോലൊക്കെ എനിക്ക് എൻകറേജ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ എന്തോ ആ സമയം വിനിയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരിക്കും എൻ്റെ സത്യം. ഓക്കെ, അത് പോട്ടെ. അത് പിന്നെ മോള് ഇപ്പൊ ഇവിടെ സ്ഥലത്തില്ല. ഇപ്പൊ എവിടെ അവര് ചെന്നൈയിലാണ് ഉള്ളത്. ഇപ്പം കുഞ്ഞാവ ആവാൻ പോകുന്നുണ്ട് ഇപ്പൊ അടുത്ത ആള്. ഓക്കെ ഓക്കെ, ഡെലിവറി ആയിട്ട് ഇപ്പൊ വരും. അതെ, മൂന്നാമത്തെ ആള്. രണ്ട് കുട്ടികളുണ്ട്. അത് ആൺകുട്ടികളോ അതോ രണ്ടാൺകുട്ടികൾ? അവർക്ക് എത്ര വയസ്സൊക്കെ ആയി? മൂത്ത ആള് ഇപ്പൊ 13 വയസ്സ്, പാർത്ഥസാരഥി. രണ്ടാമത്തെ ആള് ജഗത്പതി, 7 വയസ്സ്. പിന്നെ ഇനിയിപ്പോ അടുത്ത ആളിപ്പോ വരുന്നുണ്ട്. മോളുടെ ഹസ്ബൻഡിന്റെ പേര് ശരത്ത്. മോള് ഞാൻ ഇനി ഒരു കോംപ്ലിമെന്റ് തരട്ടെ, സമ്മാനമായിട്ടൊന്നുമല്ല, വാക്കായിട്ട്. അമ്മയെ കാണുന്നതിന്റെ ഏതാണ്ടൊക്കെ ഒരു ചായ എല്ലാരും പറയും. എല്ലാരും ഇപ്പോഴും പറയും പങ്കജേച്ചിയെ കണ്ടപോലെ മോളാണെന്നാണ് എല്ലാരും. അതെ 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 അതെ. ഞാൻ ആദ്യം സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അജയൻ ചേട്ടനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി 1-2 ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ പകുതിക്ക് വെച്ചാണ് ഞാൻ കാണുന്നത്. അപ്പൊ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടപ്പോൾ ഞാൻ ചേച്ചി മോളാണോ മരുമോളാണോ എന്ന് എനിക്കൊരു തോന്നുന്നു. കാരണം മുഖച്ഛായ ഏതാണ്ട് നല്ല സാമ്യമുണ്ട്. ഓക്കെ, അമ്മയിൽ നിന്ന് കടമെടുത്തത് എന്താണ്? അമ്മയുടെ ആ ഒരു സ്നേഹത്തിന്റെ അമ്മയിൽ നിന്ന് കടമെടുത്തതേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അമ്മയ്ക്ക് പുറത്തുള്ള ആൾക്കാരോടൊക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനും ആ ഒരു ഇന്റിമസി ഇപ്പോഴും ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ, അടൂരൊക്കെ ഇറങ്ങി നടക്കുമ്പം അമ്മ എനിക്ക് തന്നിട്ടുള്ള അടൂരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ. ഞാൻ ജനിച്ചു വളർന്ന നാടല്ലെങ്കിൽ പോലും നാടുമായിട്ടും നാട്ടുകാരുമായിട്ടുള്ള എനിക്കുള്ള ഒരു ബന്ധവും അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹവും. അപ്പോൾ ഏതൊരു കടയിൽ ചെന്നാലും അമ്മയ്ക്ക് പകരമായിട്ട് എന്നെ കാണുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആലുവയിൽ എനിക്ക് തോന്നുന്നു അത്ര ആൾക്കാർക്കൊക്കെ അറിയാം. ഇന്ററാക്ഷൻ ഇല്ലല്ലോ, നമ്മുടെ നാടല്ലല്ലോ, ജനിച്ചു വളർന്ന നാടല്ലോ. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് എടുത്തൊരു തീരുമാനമാണ് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാം. നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ഇവിടെ അല്ലേ ഉള്ളത്. പുതിയ വീടിന്റെ പണി എവിടം വരെയൊക്കെ ആയി? പുതിയ വീടിന്റെ പണി ഇനി 85% തീർന്നു. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് മാറണം. അടൂരുകാരാവും വീണ്ടും. വീണ്ടും അടൂരുകാരായി ശരിക്കും. എല്ലാം ഞങ്ങള് വൈൻഡപ്പ് ചെയ്ത് അടൂര് തന്നെ എത്തി. ഇനി പുതിയ വീട്ടിലേക്ക് മാറണം, അത്രേ ഉള്ളൂ. ഇനി എനിക്കെന്ന് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉള്ളിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. പാട്ട് പഠിച്ച ഒരാൾ 2 വരിയൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പഴയ പാട്ട് പാടാം. മതി. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ. മഞ്ഞണി പൂനിലാവ്. എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടിയാ. പ്രത്യേകിച്ചും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു ചേട്ടാ, ചേച്ചി. വീണ്ടും നമുക്ക് കാണാം. തീർച്ചയായും. ഓക്കെ, ശരി, നന്നായി വരും. താങ്ക് യു.